അസ്സലാമു അലൈക്കും മുഹമ്മദ് നബി അല റസൂലുൽ കരീം അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രൗഢോജ്വലമായ വേദിയുടെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയുടെയും സദസ്സിൻ്റെയും നടുക്കിരുന്നുകൊണ്ട് പരിപാടിയെ ഒന്നാകെ നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ. ഞാനിങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ആലോചിച്ചത്, ഈ പൊതുവെ നമ്മൾ ആധ്യാത്മിക സദസ്സുകളിലൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ആത്മീയ നേതാക്കളൊക്കെ ഇരിക്കൽ സ്റ്റേജിൻ്റെ നടുക്ക് കെട്ടി വിധാനിച്ച വലിയൊരു സിംഹാസനത്തിലായിരിക്കും. ഇവിടെ സിംഹാസനം പോയിട്ട് തങ്ങളുടെ ആസനം ചുവനുറപ്പിക്കാൻ ഒരു കസേര പോലും മര്യാദയ്ക്കില്ല. തങ്ങൾ സ്റ്റേജിൻ്റെയും സദസ്സിൻ്റെയും നടുക്കിരുന്നു കൊണ്ട് ഞാൻ സദസ്സിനൊപ്പവും സ്റ്റേജിനൊപ്പവുമാണെന്ന് ഒരുപോലെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ തവാളു. മുൻപ് നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ പൊതുവെ അങ്ങനെ പോകുന്നിടത്തൊക്കെ ഞാൻ അതിനെ നന്നായിട്ട് വിമർശിക്കാറുമുണ്ട്. ഈ വലിയ സിംഹാസനങ്ങളിലെ സിംഹാസനാസക്തരായിരിക്കുന്ന വലിയ രാജാക്കന്മാരെ പോലെ. എന്നാൽ ഞാൻ സൂഫി ചിന്തകയിൽ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, രാജാവ് വളർന്നാൽ യാചകനോളം, യാചകൻ വളർന്നാൽ രാജാവിനോളം. സ്വന്തത്തെ മനസ്സിലാക്കിയ ആത്മീയതയുടെ ഒരു രാജാവായിട്ട് നമുക്കിടയിൽ ഇരുന്നു കൊണ്ട് ഈ സദസ്സിനെയും ഈ പരിപാടിയെയും ഒരുപോലെ നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളുടെ അനുവാദത്തോടു കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ച് വൈകിയ വേളയിൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. മുഖ്യപ്രഭാഷകൻ ഇവിടെ ഗസയും ഫലസ്തീനുമൊക്കെ വളരെ ആഴത്തിൽ പറഞ്ഞു. ഇന്ന് ലോകത്തിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കും ഒരു 10-15 ഷെല്ലെങ്കിലും ഗസയിലെ ആശുപത്രികളിലും അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂളുകളിലും ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കുന്നവരുടെ ഇടയിലും ആംബുലൻസിൻ്റെ മുകളിലും ഒക്കെ വീണിട്ടുണ്ടാവും. അപ്പോഴും നമ്മൾ ഈ നടത്തുന്ന പരിപാടികളൊക്കെയും അവർക്കുള്ളൊരു ഐക്യദാർഢ്യമായി മാറുകയാണ്. എങ്ങനെയാണ് ഐക്യപ്പെടുക? നിങ്ങൾ തെറ്റ് കണ്ടാൽ അതിനോട് മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം എന്ന് പറയാൻ നമുക്കിപ്പോൾ അതേ സാധിക്കുകയുള്ളൂ. തെറ്റ് തെറ്റാണെന്ന് ഉറക്കെ നിൽക്കുന്നിടത്ത് നിന്ന് വിളിച്ചു പറയുവാനും മനസ്സുകൊണ്ട് അതിനെ എതിർക്കാനും വെറുക്കാനും സാധിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ചിന്തനീയമായ ഒരു ധർമ്മം. ആ ധർമ്മം നിർവഹിച്ചുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നത്. ഗസയിലെ മരിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനോടുമുള്ള ഐക്യദാർഢ്യമാണ് മടവൂർ കോട്ടയുടെ ഈ വാർഷികം എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, കഴിഞ്ഞ 35 വർഷമായിട്ട് കാസർഗോട്ടിൻ്റെ ആധ്യാത്മിക തലസ്ഥാനമായിട്ട് മാറാൻ സാധിച്ച ഒരു സ്ഥാപനത്തിലാണ് ഞാനും നിങ്ങളും ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആധ്യാത്മിക തലസ്ഥാനം എന്ന പദം ഉപയോഗിച്ചത്? അപ്പോൾ ഇത് സാംസ്കാരിക സമ്മേളനമാണ്. അപ്പോൾ സംസ്കാരം രൂപം കൊള്ളുന്നത് തന്നെ ഇവിടെ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന ഒരു മഹത്തായ സംസ്കാരം ഉണ്ടായിരുന്നു. അവിടേക്ക് വന്ന പേർഷ്യക്കാർ തിരിയാത്തത് കൊണ്ട് അൽ ഹിന്ദ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഹിന്ദു എന്ന ഒരു സംസ്കാരം ഉണ്ടായി. അത് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. പിന്നീട് 1400 വർഷങ്ങൾക്ക് മുമ്പ് മാലിക് ദിനാർ റളിയല്ലാഹു അൻഹും സംഘവും ഇവിടേക്ക് വരുമ്പോൾ അവരെ സ്വീകരിച്ചത് ആ ബൃഹത്തായ സനാതന ഹിന്ദു ധർമ്മ സംസ്കാരമായിരുന്നു. അവരൊന്നായിട്ട് ഇവിടെ ഇങ്ങനെ പരിലസിച്ചു. അപ്പോൾ ആ സംസ്കാരം കുറച്ചുകൂടെ ഡെവലപ്പായി. അങ്ങനെ യുഗങ്ങൾ താണ്ടി വന്ന് നമ്മൾ ഈ കാണുന്ന കോലത്തിലൊക്കെ ആയപ്പോൾ ഇപ്പോൾ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് സമൂഹം മാറി. മമ്പുറത്ത് തങ്ങൾക്കും കോന്ത് നായർക്കും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കുഞ്ഞായി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഏതോ തമാശ കഥാപാത്രമാണെന്ന് മങ്ങാട്ടച്ഛൻ്റെ കഥ കേൾക്കുമ്പോൾ. അറബി മലയാള ഭാഷയിൽ ആദ്യമായിട്ട് കണ്ടെടുക്കപ്പെട്ട കൃതി 1607 കോഴിക്കോട്ടുകാരനായ കാളി മുഹമ്മദ് ഷാദുലി മാല എഴുതിയ തുടങ്ങിയത് എപ്പോഴാണ്? ഈ കപ്പൽ നീറ്റിലിറക്കുമ്പോൾ ചെല്ലുന്ന ഒരു വായ്ത്താരിയാണ് ഏലേ മാല ഏലോ ഏലേ മാല ഏലോ.
അപ്പോൾ ഇതിന് മറുപടി എന്ന വണ്ണം കുഞ്ഞായി മുസ്ലിയാർ പിറ്റേ ദിവസത്തെ ക്ലാസ്സിലെത്തുമ്പോൾ എഴുതി കൊടുത്ത ഒരു ദാർശനിക കാവ്യമാണ് കപ്പപ്പാട്ട്. ചെറിയ സാധനമല്ല, മനുഷ്യ ശരീരത്തിനെ ഒരു കപ്പലായിട്ട് അതിൽ വർണ്ണിക്കുകയാണ്. അതിനെ ആക്രമിക്കാൻ വരുന്ന കടൽ കൊള്ളക്കാർ, കാറ്റും കോളും, ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഭൗതികത. ഈ ഭൗതികത എന്ന് പറയുന്ന സംഗതികൾ, അതിനെ ഏത് രീതിയിൽ നമ്മൾ ധ്യാനം എന്ന് പറയും, മുറാഖബ എന്നൊക്കെ പറയൂലേ. ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ഹിറാ ഗുഹയിലെടുത്ത അതേ പണിയെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ധ്യാനം, ദിയാത് യാനം, ബുദ്ധി കൊണ്ടുള്ള യാത്ര. യാനം എന്ന് പറഞ്ഞാൽ കപ്പലെന്നാണ് അർത്ഥം. അപ്പം ഇതിനെ വളരെ വലിയ ഒരു ഭാവത്തിലേക്ക് വർണ്ണിച്ചുകൊണ്ട് ചെറിയ രൂപത്തിൽ എഴുതിയ ഒരു കാവ്യമാണ് ഈ കപ്പപ്പാട്ട്. ഇങ്ങനെയുള്ള കുഞ്ഞായി മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത് നടന്നത് ഒരു അവറ മുസ്ലിയാരല്ല, ഒരു മമ്മൂഞ്ഞ് മുസ്ലിയാരല്ല, പിന്നോ മങ്ങാട്ടച്ചൻ എന്ന് പറയുന്ന ഒരു നായർ പ്രമാണിയായിരുന്നു. അപ്പം സൗഹൃദത്തിനും മതം ഒരു തടസ്സമല്ല എന്നാണ് പറഞ്ഞു. സ്നേഹത്തിനും മതം ഒരു തടസ്സമല്ല. മമ്പുറത്ത് തങ്ങൾ കുറ്റിയടിക്കാൻ പോകുമ്പോൾ, കിണറിന് കുറ്റിയടിക്കാൻ പോകുമ്പോൾ കുറ്റി പിടിച്ചിരുന്ന ആളുടെ പേര് കോന്തു നായരെന്നാണ്. ഒരൊറ്റ തവണ പോലും മമ്പുറത്ത് തങ്ങൾ പറഞ്ഞില്ല, കോന്തുവെ നീ എന്തും അങ്ങ് എടുത്ത് മാറ്റിയിട്ട് കോയാവാൻ. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, പറഞ്ഞില്ല. വെളിയങ്കോട് അടുത്ത് ഒരു വലിയ മക്കാമുണ്ട്. ഈ സൂഫികളുടെ ഒരു പ്രത്യേകത ഞാൻ പറയുകയാണ്. അവിടെ പുത്തമ്പള്ളി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന വലിയൊരു സൂഫി വര്യൻ്റെ മക്കാമാണ്. അതിൻ്റെ അടുത്ത് ആശാരിത്തങ്ങളെന്ന് പറയുന്ന ഒരു പ്രത്യേകിച്ച് എഴുതി വച്ചിരിക്കുന്ന ഒരു ഖബറുണ്ട്, ഒരു പള്ളിയിൽ, ഒരു മുസ്ലിം പള്ളിയിൽ. ആ പള്ളിയുടെ മിനാരം പണിയുന്നതിൻ്റെ ഇടയ്ക്ക് അക്കാലത്ത് പടിഞ്ഞാറോട്ട് നോക്കിയപ്പോൾ അവർ മക്കയിലുള്ള ഹറം കാണുകയും വീണിട്ട് അവിടെ മരിക്കുകയും ചെയ്തെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഖബറാണ്. ആശാരിത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഖബർ. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നമ്മൾ പുലർത്തിയിരുന്ന സ്നേഹവും സാഹോദര്യവും എത്ര വലുതായിരുന്നു. കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒന്നാമതുണ്ടെന്ന മഹാനായ ശ്രീനാരായണ ഗുരു, അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ ആദിയിൽ ഒരു ആത്മരൂപം, അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ ആദിയിൽ ഒരു ആത്മരൂപം, അവനവൻ ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം. എൻ്റെ ആചരണം കൊണ്ട് മറ്റൊരുത്തിന് ദോഷം ഉണ്ടാവാൻ പാടില്ല എന്നെഴുതിയ നാരായണ ഗുരുവിന് സന്യാസ ദീക്ഷ കൊടുത്ത ആളുടെ പേര് വലിയ രസമാണ്. ഗുണംകുടി മസ്താൻ എന്ന് പറയുന്ന വലിയൊരു സൂഫിയായിരുന്നു. ഗുണംകുടി മസ്താൻ എന്നൊരു സൂഫിയാണ് നാരായണ ഗുരുവിൻ്റെ ആത്മീയ ഗുരു. പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമം, ശാന്തിഗിരിയുടെ സോപ്പും മരുന്നും ഒക്കെ ധാരാളം നമ്മളൊക്കെ വാങ്ങാറുണ്ട്. ഈ ശാന്തിഗിരി ആശ്രമം സ്ഥാപിച്ച കരുണാകര ഗുരു എന്നൊരു വലിയ ഗുരുവുണ്ട്. ഈ കരുണാകര ഗുരുവിന് സന്യാസ ദീക്ഷ കൊടുത്ത ആളുടെ പേര് തക്കല പീർ മുഹമ്മദ് അപ്പ എന്നാണ്. തക്കല പീർ മുഹമ്മദ് വലിയെന്ന വലിയ സൂഫി, ഖുറൈഷ്യ ഫക്കീർ എന്നറിയപ്പെടുന്ന ജ്ഞാനപ്പുകഴ്ചിമാല എന്ന അറബി തമിഴിലെ വലിയ കാവ്യം എഴുതിയ ആളാണ് കരുണാകര ഗുരുവിൻ്റെ ആത്മീയ ഗുരു. നസീറുദ്ദീൻ ചിരാഗ് ദഹ്ലവി എന്ന ചിസ്തി സൂഫി ക്രമത്തിലെ അഞ്ചാമനായി വരുന്ന ഒരു ഗുരുവാണ് സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസന് സന്യാസ ദീക്ഷ കൊടുക്കുന്നത്. 5 ഗ്രാമം അബൂബക്കർ വലിയുല്ലാഹിയുടെ കാല് തിരുമ്മി കൊടുക്കുന്ന മുരീദാണ് പിൽക്കാലത്ത് ലോകം കണ്ട ചട്ടമ്പി സ്വാമി തിരുവടികൾ. അപ്പോൾ ഇവർക്കൊന്നും മതം ഒരിക്കലും ഒരു മറയായി നിന്നില്ല, അവരെ ചേർത്ത് പിടിച്ച ഒരു പാരമ്പര്യം. ഇപ്പം എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ഡോക്ടറുടെ ഗുരുവായിട്ട് കാണുന്നത് ബഹുമാനപ്പെട്ട തങ്ങളെയാണ്. അതിനും മതം ഒരു മറയല്ല. ആധ്യാത്മികത സംവദിക്കുന്നത് ഒരിക്കലും നമ്മുടെ ശരീരങ്ങളോടാണ്, നമ്മുടെ മനസ്സുകളോടാണ്. ഈ ആത്മാവിന് മതമുണ്ടോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. അത് അവനവൻ്റെ ആത്മാവിനെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടുന്നെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കണം, നിൻ്റെ മതം എന്താണ്. കാരണം തങ്ങളെപ്പോലെയുള്ള ആധ്യാത്മിക ജ്ഞാനികൾ കാണുന്നത് ഒരിക്കലും നിങ്ങളുടെ തടിയെയല്ല, നിങ്ങളുടെ വസ്ത്രത്തെയല്ല, കീശയിലുള്ള പണത്തിനെയല്ല, കയ്യിൽ കിടക്കുന്ന റോളക്സിനെയല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാക്കളെയാണ്. അതുകൊണ്ടാണ്
ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്റ്റേജിൻ്റെ നടുക്ക് വേണമെങ്കിൽ ഒരു വലിയ സിംഹാസനമിട്ടിരിക്കാമായിരുന്ന തങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടെ വരുന്ന ഓരോ മനുഷ്യനും, ഇവിടെ VIP ഇല്ല, EPI ആണ്, എവരി പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മനുഷ്യനും കൈ കൊടുത്ത് കൊണ്ടുവന്നിരുത്തുന്നത് അവരുടെ റൂഹുകളുമായിട്ട്, അവരുടെ ആത്മാക്കളുമായിട്ടുള്ള. അതുകൊണ്ടാണ് ഈ ആധ്യാത്മികം എന്ന വാക്ക് ഇതിന് വന്നത്. ഭൗതിക ബന്ധമല്ല അത്, ഇതൊരു ഭൗതിക സമ്മേളനമല്ല. നമ്മുടെയൊക്കെ ആത്മാക്കളുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മളുടെ നിറമോ ഭാഷയോ വർണ്ണമോ ഒന്നും ബാധകമല്ല. എന്തുകൊണ്ടാണ് ഞാൻ ആധ്യാത്മിക തലസ്ഥാനം എന്ന് പറഞ്ഞതിലേക്ക് വരാം. നിങ്ങൾ ഒരു പള്ളിയിൽ പോയാൽ അവിടെ ഒരു വിഭാഗം മാത്രമേ ഉണ്ടാവൂ. ഇപ്പോൾ ആ ഒരു വിഭാഗത്തിൽ തന്നെ പല വിഭാഗങ്ങളുള്ളതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഉണ്ടാവും, വിശദീകരിക്കുന്നില്ല. ഒരു ക്ഷേത്രത്തിൽ പോയാൽ അവിടെയും ഒരു വിഭാഗം ഉണ്ടാവും, ചർച്ചിൽ പോയാൽ അവിടെയും ഒരു വിഭാഗം ഉണ്ടാവും. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ആത്മീയ വേദിയിലേക്ക് നിങ്ങൾ വന്നാൽ എല്ലാ വിഭാഗവും ഇവിടെ ഉണ്ട്. ഇവിടെ വിഭാഗീയതയില്ല. നിങ്ങൾ ഒന്ന് ഏർവാടിയിലേക്ക് പോകും, ഒന്ന് അജ്മീറിലേക്ക് പോകും. അവിടെ മുസ്ലിമീങ്ങൾക്കൊരു ഗേറ്റ്, ഹൈന്ദവർക്കൊരു ഗേറ്റ്, ക്രൈസ്തവർക്കൊരു ഗേറ്റ് എന്ന വ്യത്യാസം കാണുന്നുണ്ടോ? കാണാൻ സാധിക്കുകയില്ല. കാരണം മഹത്തായ സൂഫി പരമ്പരയിൽ അങ്ങനെ ഒന്നില്ല. അവിടെ എല്ലാവർക്കും വായുവും വെള്ളവും കൊടുക്കുന്നവൻ തന്നെയാണ് എനിക്കും തരുന്നതെന്നുള്ള മഹത്തായ ബോധത്തിൽ അല്ലേ പ്രവർത്തിക്കുന്ന ആധ്യാത്മിക തലങ്ങളാണതല്ല അല്ലേ? നിങ്ങളുടെ സൃഷ്ടാവും ഒന്നാണ്, നിങ്ങളുടെ പിതാവ് ആദമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പം അന്നലയ്ക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യമല്ല, വേർതിരിവുകളോ അല്ലെങ്കിൽ മാറ്റി നിർത്തലുകളോ സാധ്യമല്ല. നേരത്തെ പറഞ്ഞതുപോലെ സിമറ്റിക് മതങ്ങളായ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമുമൊക്കെ ഇന്ത്യയിലേക്ക് വന്ന് എന്തുകൊണ്ട് ഇത്ര വ്യാപൃതമായി എന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് വേദം കേട്ടതിൻ്റെ പേരിൽ ചെവിയിൽ ഈയമുരുക്കി ഒഴിച്ചിരുന്ന നാട്ടിൽ വന്നിട്ട് വേദപുസ്തകം കയ്യിൽ കൊടുത്തപ്പോഴാണ്, ആ സൗഹാർദ്ദം കൊണ്ടാണ് ഈ മതങ്ങൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. അവരെ ആ വേദത്തിൽ നിന്ന് അകറ്റുന്ന പണി ഇന്ന് പല കോണുകളിൽ നിന്നും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനെ ഒന്നിച്ചെതിർക്കേണ്ടുന്ന ബാധ്യത ഇത്തരത്തിലുള്ള ആധ്യാത്മിക കേന്ദ്രങ്ങൾക്ക് നിർബന്ധമായിട്ടുമുണ്ട്. അതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഞാനും നിങ്ങളുമല്ല, നമ്മളൊന്നാണെന്ന് പറയാൻ നമുക്ക് എവിടെ സാധിക്കുന്നുവോ അവിടെ മാത്രമേ നമുക്കൊക്കെ ആധ്യാത്മികമായിട്ട് ഉയരാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളും അവരും ആവണ്ട, നമ്മളാവണം. ഞാനും നിങ്ങളുമാവണ്ട, ഞങ്ങളാവണം. ഈ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ ഇത്തരത്തിലുള്ള സൂഫികളുമായും സൈദ്ധാന്തികന്മാരുമായിട്ടും ബന്ധപ്പെടുക. ഇന്ന് ആ ശ്രേണിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയറായിട്ടുള്ള ഇന്നത്തെ കേരളീയ സാംസ്കാരിക പരിസരത്തിന് ഏറ്റവും യോജിക്കുന്ന രീതിയിൽ നമുക്ക് ഏത് വേദിയിലും കൊണ്ടുപോയി വെക്കാൻ പറ്റിയ, ഏത് മതവേദിയിലും നിങ്ങൾ വിളിച്ചാൽ കൊണ്ടുപോയി വെക്കാൻ പറ്റിയ ഒരു ആധ്യാത്മിക നേതൃത്വം നമ്മുടെ മുന്നിൽ നിസ്സാരമെന്ന് കരുതിയിരിക്കുന്ന തങ്ങളാണ്. വേഷം കൊണ്ടോ ഭാഷ കൊണ്ടോ തങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല. തങ്ങളെ നിങ്ങൾക്ക് എവിടെയും കൊണ്ടിരുത്താം. ആ സദസ്സിനൊത്ത് സംസാരിക്കാൻ നന്നായിട്ടറിയാം. കാരണം സദസ്സിനൊത്തല്ല തങ്ങൾ സംസാരിക്കുക, മനുഷ്യരുടെ ആത്മാക്കളോടാണ്. ആത്മാക്കൾക്ക് എല്ലാ തലത്തിലും ഒരേ കോലമാണ്. ആത്മാക്കൾക്ക് വസ്ത്രമില്ല. ആത്മാക്കളുടെ കഴുത്തിൽ അവരുടെ മതത്തിനെ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഗതികളും തൂക്കിയിടപ്പെടുന്നില്ല. ഈ പടി കടന്നു വരുന്ന മനുഷ്യരോടൊക്കെ തങ്ങൾ ചോദിക്കും, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? അകത്ത് പോയി ഭക്ഷണം കഴിക്കാൻ. നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കാറില്ല. നിങ്ങൾ അമ്പലത്തിൽ പോയോ, പള്ളിയിൽ പോയോ, ചർച്ചിൽ പോയോ എന്ന് ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും. പ്രാർത്ഥന ഒരു വ്യക്തിയും അവൻ്റെ സ്വകാര്യതയും അവൻ്റെ ഉള്ളിൽ മാത്രം നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നിട്ട് തലകുത്തി മറിഞ്ഞ് കാണിക്കാം. അല്ല, ഞാനത് തലകുത്തി മറിയൽ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. പ്രാർത്ഥിക്കും പോലെ. പക്ഷെ അതിലൊന്നും ആത്മാർത്ഥതയുടെ ഒരു തലവും ഉണ്ടാകുകയില്ല. അവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്നും ഉള്ളിൽ എന്താണ് വ്യവഹരിക്കുന്നതെന്നും ആർക്കും അറിയുകയില്ല.
എന്നാൽ അവൻ്റെ വയറ് കാലിയാണോ എന്ന് നമുക്ക് അവൻ്റെ മുഖം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അന്നലേക്ക് അവരുടെ വിശപ്പിനെ അകറ്റിയും അവരെ ചേർത്ത് പിടിച്ചും കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ, ആധ്യാത്മികം മാത്രമല്ല സാംസ്കാരിക സ്ഥാപനം. അതുകൊണ്ടാണ് സാംസ്കാരിക സമ്മേളനം എന്ന് നമ്മളിതിനെ പറയുന്നത്. വലിയൊരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരാണ് ഇവിടെ ഇരിക്കുന്നവരിലെല്ലാം എന്ന് എത്ര പേർക്കറിയാം? അഷ്ടാംഗ ഹൃദയം എന്ന് ആയുർവേദത്തിൽ ഒരു വലിയ ഗ്രന്ഥമുണ്ട്. വാഗ്ഭട മഹർഷി എഴുതിയ അഷ്ടാംഗ ഹൃദയം. ഇന്നും ആയുർവേദ ആശുപത്രികളിൽ ചെന്നാൽ നിങ്ങൾക്ക് മരുന്ന് എഴുതിത്തരുന്ന ആയുർവേദത്തിൻ്റെ ഒരു ബൈബിളാണ് അഷ്ടാംഗ ഹൃദയം. ഈ അഷ്ടാംഗ ഹൃദയത്തിനെ കഴിഞ്ഞ 1.5 നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ 1 നൂറ്റാണ്ട് മുമ്പ് അറബി മലയാള ഭാഷയിൽ പാട്ടാക്കി എഴുതിയ നാടാണ് കാസർഗോഡ്. വൈദ്യജ്ഞാനം എന്ന പേരിൽ ഈ കുമ്പോല് പട്ടിളത്തെ കുഞ്ഞിമാഹിയും വൈദ്യരെന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇത്ര വലിയ ബൃഹത്തായ അഷ്ടാംഗ ഹൃദയത്തിനെ മാപ്പിളപ്പാട്ടാക്കി എഴുതിയ നാടിൻ്റെ പേരാണ് കാസർഗോഡ്. 8 മഹാക്ഷേത്രങ്ങളിൽ ഇന്നും ഒരു മുസ്ലിം സ്ഥാനികനായിട്ടുള്ള നാടാണ് കാസർഗോഡ്. നിങ്ങൾ കാസർഗോഡിനെ വർഗീയതയുടെ നാടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് കാസർഗോഡ് ജീവിക്കുന്നവനാണ്. കാരണം മായിപ്പാടി കൊട്ടാരത്തിലെ മായിപ്പാടി മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രിയും അവിടുത്തെ കോടതിയിലെ ജഡ്ജുമായിരുന്ന സാവുകാർ കുഞ്ഞി ഫക്കീഹ്, അഖീദമാല എന്ന പ്രശസ്തമായ ഗ്രന്ഥം എഴുതിയ സാവുകാർ കുഞ്ഞി ഫക്കീഹ്, അദ്ദേഹത്തിൻ്റെ മകനാണ് ബാലാമുവിന് ഫക്കീഹ്. 2 തവണ ഇന്ത്യൻ കവി സമ്മേളനത്തിന് തഞ്ചാവൂരിൽ അധ്യക്ഷം വഹിച്ച ഒരു മഹാനായിരുന്നു ബാലാമുവിന് ഫക്കീഹ്. അപ്പോൾ ഈ സാവുകാർ കുഞ്ഞി ഫക്കീഹിൻ്റെ പേരക്കുട്ടികളാണ് ഇന്നും ആ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് 5-8 മഹാക്ഷേത്രങ്ങളിലെ മായിപ്പാടി രാജാവിൻ്റെ സ്ഥാനമേൽക്കുന്നതിനും അധികാരസ്ഥാനത്തിരിക്കുന്നത്. അങ്ങനൊരു നാട് വേറെ കാണാൻ സാധിക്കും? മടിയങ്കുലം തെയ്യത്തിന് അനുവാദം ചോദിച്ചുകൊണ്ട് മാണിക്കോത്ത് ജാറത്തിലേക്ക് നടത്തുന്ന ഒരു യാത്രയുണ്ട്. മടിയൻകുലം തെയ്യം നടത്തുമ്പോൾ ആ തെയ്യത്തിന് അനുവാദം ചോദിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? മാണിക്കോത്ത് ജാറത്തിലേക്കാണ്. ഈ സംസ്കാരങ്ങൾക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? ഇതാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പഠിച്ച സംസ്കാരം. വലിയ പ്രയാസമാണ് ഇത് കാണാൻ. ഇത് നിലനിർത്തിക്കൊണ്ടു പോകാൻ അതിലേറെ പ്രയാസമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നമ്മൾ നേടിക്കൊണ്ടുവന്ന സാംസ്കാരികമായ പ്രബുദ്ധതയുടെ ഒരു വലിയ അടയാളങ്ങളാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചതൊക്കെ. ഇത് നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി പണിപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്ന മടവൂർ കോട്ട. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു ചെറിയ സംഗതി ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മേലെയാണ് ഇവിടെ ജുമാ നടക്കുന്ന പള്ളി. ഈ ജുമാ നടക്കുന്ന പള്ളിയിലാണ് ഗോപാലകൃഷ്ണൻ ഡോക്ടർ ഇരിക്കുന്നത്. ഈ ജുമാ നടക്കുന്ന പള്ളിയിലാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന CH കുഞ്ഞമ്പു MLA ഇരിക്കുന്നത്. ഈ ജുമാ നടക്കുന്ന പള്ളിയിലാണ് ഇവിടെ BJPയുടെ നേതാവ് നമ്മുടെ ശ്രീകാന്ത് വന്നാൽ ഇരിക്കേണ്ടത്. അപ്പം ഒന്നല്ലി നാം എന്ന് കവി ചോദിച്ചതുപോലെ, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടലാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കി ആ ഇണ്ടൽ ഒഴിവാക്കി നമ്മളെ ഒന്നാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ പണിയാണ് തങ്ങൾ എടുക്കുന്നത്. നമ്മളൊക്കെ ഓർക്കേണ്ടത് ഇതാണ്. നിസ്സാരമായിട്ട് നമ്മൾ വന്നു പോയാൽ പോരാ. ഇതൊരു വലിയ പാഠമാണ്. ഒരു ജുമ നടക്കുന്ന പള്ളിയുടെ ചുവട്ടിൽ ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുക നിങ്ങൾക്ക് എവിടെ കാണാൻ സാധിക്കും? കുറച്ച് പ്രയാസം ഇതൊക്കെ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് കേട്ടിട്ടില്ല. ചിന്തനീയമായ ഒരു പ്രവർത്തനം ജീവിതം കൊണ്ട് കാണിച്ചു തരുന്ന ഒരു സ്ഥാപനമാണ് മടവൂർ കോട്ട. നിങ്ങൾക്ക് ഈ നൂറ്റാണ്ടിൽ പോലും ചിന്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയുന്നില്ല ഇങ്ങനത്തെ ഒരു പരിപാടി ഒരു പള്ളീൻ്റെ ഉള്ളിൽ നടക്കുമെന്ന്. മനസ്സിലായോ? അപ്പോൾ അതാണ് ആധ്യാത്മിക തലങ്ങളിലേക്ക് ഉയർന്നവർക്ക് സാധിക്കുന്നത്. പൊട്ടച്ചിറ ഫാത്തിമ ബീവി എന്ന് പറയുന്ന ഒരു വലിയ സൂഫിയത്തായ സ്ത്രീ പാലക്കാട് ജില്ലയിൽ അടങ്ങിയിട്ടുണ്ട്. അവർ ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ഒരു അഭിസാരികയായിരുന്നു പൂർവാശ്രമത്തിൽ.
ആ അഭിസാരികയായ ലക്ഷ്മിക്കുട്ടിയെ പൊട്ടച്ചിറ ഫാത്തിമ ബീവി എന്ന വലിയൊരു സൂഫി വനിതയാക്കി മാറ്റിയ ആളുടെ പേരാണ് അമ്പംകുന്ന് ബീരാൻ ഔലിയ എന്ന് പറയുന്ന വലിയൊരു സൂഫി സിദ്ധൻ. മനസ്സിലാക്കിക്കോണം. നിങ്ങൾ അന്യരെന്നും നിങ്ങൾ മോശക്കാരെന്നും നിങ്ങൾ അഭിസാരികളെന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയതിൽ നിന്ന് ഒരാളെ എടുത്തിട്ട് ഒരു സൂഫി ശ്രേണിയുടെ മുഖ്യധാരയിൽ എത്തിക്കുന്ന പണിയുടെ പേരാണ് ആത്മീയത. അല്ലാതെ നിങ്ങൾ മാറി നിൽക്ക്, ദൂരെ നിൽക്ക്, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ കുറച്ച് ഉയർന്ന ആൾക്കാരാണ്, ഞങ്ങളുടെ കുപ്പായത്തിൽ തുടർന്ന് അഴുക്കായി പോകും, ഈ പണിയൊന്നും ഇവിടെ ഇല്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് തങ്ങളെന്താ വെള്ളക്കുപ്പായ ഇടാത്തതെന്ന്. അത് ഈ വെള്ളക്കുപ്പായ ഇട്ടാൽ പലപ്പോഴും വെള്ളക്കുപ്പായത്തിൽ അഴുക്ക് പറ്റി പോകുമല്ലോ. അപ്പം ഈ വെള്ളക്കുപ്പായത്തിൽ കറ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ആരെയും കെട്ടിപ്പിടിക്കാൻ കഴിയില്ല, ചേർത്ത് പിടിക്കാൻ കഴിയില്ല. തങ്ങളിടുന്ന കുപ്പായത്തിൽ അഴുക്ക് പറ്റിയാൽ അറിയില്ല വലുതായിട്ട്. ഇതല്ല, തങ്ങൾ പിന്നെ ഒരു ബ്രൗൺ ആയിട്ടല്ലേ. അപ്പോൾ ചെളി പിടിച്ചവരെ ചേർത്ത് നിർത്താൻ വേണ്ടി തങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കുപ്പായത്തിൻ്റെ കളറാണ് നിങ്ങൾ കാണുന്നത്. ചെളി പിടിച്ചവരെയും ആട്ടി നിർത്തപ്പെട്ടവരെയും ആട്ടി അകറ്റപ്പെട്ടവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി തങ്ങൾ വെള്ളം ഉപേക്ഷിച്ചിട്ട് ആ കളർ ഇട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിങ്ങളിൽ പലർക്കും അനുഭവം ഉണ്ടാവും. ഈ സാംസ്കാരിക പാരമ്പര്യമാണ് നമുക്ക് നിലനിർത്തേണ്ടത്. നിങ്ങൾക്ക് തമ്മിലടിക്കാൻ എളുപ്പമാണ്, ചേർത്ത് നിർത്താൻ വലിയ പ്രയാസമാണ്. പുറത്താക്കാൻ വലിയ എളുപ്പമാണ്. പണ്ടൊരു തമാശ ഉണ്ടല്ലോ, ഒരു മകൻ ബാപ്പായുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നിന്നെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു, ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമില്ലെന്ന്. പോകാൻ പറഞ്ഞ അല്ല വാപ്പ, നിങ്ങൾ അങ്ങനെ ആക്കിക്കളയണ്ട. അല്ലല്ല, നിന്നെ പുറത്താക്കി, ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചോനു, ഓൻ കാലു പിടിക്കും പോലെ ആക്കി. അപ്പോഴും പിതാവ് കുറച്ച് മസിൽ പിടിച്ചു. വേണ്ട നീ പൊക്കെന്ന് പറയാം. എന്നാ ശരി കോയാക്ക, ഞാൻ പോന്നെന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പം അറിയില്ല, പിന്നെ കോയാക്കല്ലേ. അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ്, അവരെ ചേർത്ത് പിടിച്ച് നന്നാക്കാൻ വലിയ പ്രയാസമാണ്. അപ്പം ബൈബിളിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 100 ആടുള്ള ഒരാട്ടിടയൻ, അതിൽ നിന്ന് ഒരാട് വഴിതെറ്റിപ്പോയാൽ ഈ 99നെയും ഉപേക്ഷിച്ചിട്ട് വഴിതെറ്റിപ്പോയതിനെ കൊണ്ടുവന്നിട്ട് നേരെയാക്കുന്നവനാരോ അവനാണ് നല്ല ഇടയൻ എന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ ആ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഇത്തരത്തിലുള്ള ആധ്യാത്മിക കേന്ദ്രങ്ങൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ ദാർശനിക കവിയായിരുന്ന പൂന്താനം പാടിയതുപോലെ, ജ്ഞാനപ്പാനയിലെ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. നമ്മളൊക്കെ ജനിച്ചത് ഒറ്റക്കൊറ്റക്കാണ്. കൂടി ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? ഇരട്ടക്കുട്ടികളാണെങ്കിലും ഒന്നായിട്ടല്ല ജനിച്ചത്, രണ്ടായിട്ട് തന്നെയാണ് ജനിച്ചത്. അപ്പോൾ കൂടിയല്ല പിറക്കുന്ന നേരത്ത്, പിന്നെ മരിക്കുന്ന നേരത്തും കൂടിയല്ല, അവനവനൊറ്റക്ക് തന്നെ മരിക്കല് അല്ലേ. പിന്നെ നമ്മൾ കാണുന്ന ഈ ഇടനേരമാണ് അല്പസമയം. ഈ മടവൂർ കോട്ടയുടെ വാർഷികം ബസ്സിൽ പോകുമ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ് ഈ ജീവിതത്തിൽ ഈ അല്പസമയത്ത്. പിന്നെ നമ്മളെന്തിനാ ഇങ്ങനെ മത്സരിക്കുന്നത്? ഇതിനടിവര ഇട്ടുകൊണ്ട് അണ്ടത്തോട്ട് കുളങ്ങര ഷുജായി മൊയ്ത് മുസ്ലിയാർ എന്ന കേരളം കണ്ട ഏറ്റവും വലിയ ദാർശനിക കവി പാടിയ 2 വരിയുണ്ട്. പൊട്ട നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നെയോ കാട്ടൻ ചുമക്കുന്ന കൊട്ട. മനുഷ്യനെ വിളിക്കുകയാണ്. അസ്തിത്വത്തിനെ അറിയാതെ അഹങ്കരിക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് അണ്ടത്തോട്ട് കുളങ്ങര ഷുജായി മൊയ്ത് മുസ്ലിയാർ എന്ന വലിയ സൂഫി വിളിക്കുകയാണ്, പൊട്ട നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നീട് കാട്ടം ചുമക്കുന്ന കൊട്ട. പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട, പറ നിന്റെ ഉടൽക്ക് ബഹുമാനം പൊട്ട. നിങ്ങൾ ഈ പറയുന്ന കളിയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ മുന്നിൽ നിന്നൊരു ബീജത്തുള്ളിയായി ശ്രവിക്കുകയും ഗർഭാശയത്തിൻ്റെ പിന്നിൽ പോയിട്ടൊരു ചോരക്കട്ടയായി മാറുകയും ചെയ്ത മനുഷ്യരാണെന്ന് ഓർക്കണം. ഇപ്പോഴോ നിങ്ങൾ കാഷ്ടം ചുമക്കുന്നൊരു കൊട്ട മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷണത്തിനെയും ഏറ്റവും മോശമാക്കി മാറ്റുന്ന പണിയെടുക്കുന്ന ഒരു മിഷൻ്റെ പേരാണ് മനുഷ്യൻ എന്ന് വളരെ നിസ്സാരമായി പറഞ്ഞ ഒരു കവിയുടെ പേരാണ് ഷുജായി മൊയ്ത് മുസ്ലിയാർ. അപ്പോൾ ഇങ്ങനെയുള്ള ആ കവിതയുടെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട, പറനിൻ്റെ ഉടൽക്ക് ബഹുമാനപ്പെട്ട. നമ്മൾ ഈ ശരീരത്തിന് വലിയ ബഹുമാനമുണ്ട്, ശരീരത്തിന് വലിയ ബഹുമാനമുണ്ട്. നമ്മുടെ ധാരണ അതാണ്, നമ്മുടെ ശരീരത്തിന് വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് ചില ആളെ കാണുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നു, ചില ആളെ കാണുമ്പോൾ നമ്മൾ ഇരിക്കുന്നു, ചില ആളെ കാണുമ്പോൾ നമ്മൾ കൈവന്തിക്കുന്നു, ചില ആളെ കാണുമ്പോൾ കൈയിട്ട് ആട്ടുന്നു, ദൂരെ പോ അല്ലേ. മഹാനായ മുല്ല നാസറുദ്ദീൻ ഹോജ ലോകം കണ്ട വലിയ സൂഫിയാണ്. ഒരു രാജസദസ്സിലേക്ക് അതിഥിയായിട്ട് ചെല്ലുമ്പോൾ
ഇദ്ദേഹം ഒരു മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് പോയി. കൊട്ടാരത്തിലെ ഭൃത്യന്മാർ അയാളെ പുറത്താക്കി. ലോകം കണ്ട വലിയ സൂഫിയാണ് നാസറുദ്ദീൻ ഹോജ. ഇദ്ദേഹത്തിനെ പുറത്താക്കി അവിടുത്തെ ഭൃത്യന്മാര്. അപ്പോൾ ഇയാൾ പോയിട്ട് നല്ല കുപ്പായമൊക്കെ ഇട്ടിട്ട് വന്നു, നല്ല കോട്ടൊക്കെ ഇട്ടിട്ട്. ചില ആളുണ്ടല്ലോ അങ്ങനെ കോട്ട്, അതിൻ്റെ മേലെ ഒരു ഷാള്, പിന്നെ അതിൻ്റെ മേലെ ഒരു വലിയ ഓയിൽ, ഇതൊക്കെ ഇട്ടിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു ഹോജായിട്ട് വന്ന സമയത്ത് നാസറുദ്ദീൻ ഹോജയെ ഇവർ സ്വീകരിച്ച് കൊണ്ടുപോയി രാജാവിൻ്റെ ഒപ്പം ഇരുത്തിയിട്ട് ഭക്ഷണം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഹോജ ഈ നല്ല ഭക്ഷണം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വസ്ത്രത്തിൽ തേക്കാൻ തുടങ്ങി. അപ്പോൾ രാജാവ് ചോദിച്ചു, അല്ല മുല്ല, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പം നാസറുദ്ദീൻ ഹോജ പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ തടിക്ക് തന്നേല, എൻ്റെ വസ്ത്രത്തിന് തന്ന ബഹുമാനം. എനിക്ക് തന്ന ബഹുമാനമായിരുന്നെങ്കിൽ ഞാൻ മുഷിഞ്ഞ വസ്ത്രത്തിൽ വരുമ്പോൾ എന്നെ നിങ്ങൾ പുറത്താക്കിയല്ലായിരുന്നു. ഇപ്പം ഞാൻ നല്ല കുപ്പായിട്ടപ്പോൾ നിങ്ങൾ എന്നെ കയറ്റി മുന്നിലത്തെ സദസ്സിലിരുത്തി. അപ്പോൾ ഇതെൻ്റെ വസ്ത്രത്തിനുള്ള ബഹുമാനമാണ്. അങ്ങനെ വസ്ത്രത്തിനല്ല ബഹുമാനം കൊടുക്കേണ്ടത്. നമ്മൾ വസ്ത്രം നോക്കിയും സ്ഥാനം നോക്കിയും തലയിലെ തലപ്പാവ് നോക്കിയും ബഹുമാനിക്കുന്ന, ഇതൊക്കെ ബഹുമാനത്തിൻ്റെ അളവുകോലാക്കി മാറ്റുന്ന, ലോകമാന്യതയുടെ അടയാളങ്ങളെ എടുത്ത് തലയിൽ വെക്കുന്ന ഒരു കാലക്രമത്തിൽ പെട്ടുപോയ സാധുക്കളാണ്. അതിൽ നിന്ന് പിന്തിരിയാൻ നമ്മളെ ഓരോ നിമിഷവും പ്രാപ്തരാക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ആധ്യാത്മിക കേന്ദ്രങ്ങൾ. അതിലേറ്റവും മികച്ച ഒരു സ്ഥാപനമാണ് മടവൂർ കോട്ട. ഇന്ന് ഈ തങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആ സ്റ്റേജിലിരിക്കുന്ന അച്ചായി എന്ന് പറയുന്ന കുട്ടി ഈ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനായ കുട്ടിയെന്ന് ഞാൻ പറയും. അതിൻ്റെ ബുദ്ധി അതിനൊന്നേ അറിയൂ, എല്ലാവരെയും സ്നേഹിക്കാൻ. നിങ്ങളെ വസ്ത്രം നോക്കി അത് സ്നേഹിക്കുന്നില്ല, നിങ്ങളെ കുപ്പായം നോക്കി വന്നിറങ്ങിയ കാറ് നോക്കി ബഹുമാനിക്കുന്നില്ല. അച്ചായിക്ക് എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒന്നായിട്ട് കാണുക. അച്ചായ കുപ്പായം നോക്കിയിട്ട് ആരെങ്കിലും കൈ പിടിക്കുന്ന നിങ്ങൾ കണ്ടിന? ചെയ്യൂല. എന്താ കാര്യം? അതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണം, ആധ്യാത്മികതയുടെ അടയാളം. വെറുതെ ആണോ തങ്ങൾ അച്ചായ ഒന്നാതിരുത്തിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണാത്ത കണ്ണുകൊണ്ട് കാണുക. നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ ഈ കാണുന്നതൊന്നും ശരിയല്ല എന്ന് തങ്ങൾ എഴുതി വച്ചിരിക്കുന്നുണ്ട്. ഒരു വലിയ കോൽക്കളിപ്പാട്ടുകാരനുണ്ടായിരുന്നു, എടരിക്കോട് ആലിക്കോയ ഗുരുക്കൾ. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്, കണ്ണിലാണ് ശൈത്വാൻ്റെ കൂട്, നല്ല കൽബിലാണ് ഏക ഇലാഹിൻ്റെ വീട്, മണ്ണിലാണ് അലങ്കാര കാഴ്ച, നല്ല മദ്യവും മയക്കുമരുന്നിൻ്റെ തേർവാഴ്ച, പെണ്ണിലാണ് പിന്നെ നിന്റെ താഴ്ച, ഉയർ പോക്കിടും സിന താഴ്ത്തിടും ദരിദ്രനാക്കും നിന്നെ തീർച്ച. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കണ്ണുണ്ടല്ലോ, ഉൾക്കാഴ്ചയില്ലാതെ പുറമേ നമ്മൾ ഈ ലെൻസ് വെച്ചുകൊണ്ട് കാണുന്ന, അഥവാ കാഴ്ച കുറവുണ്ടെങ്കിൽ ഇതുപോലെ കണ്ണാടി വെച്ചിട്ട് നമ്മൾ ഈ കാഴ്ചയെ ഒന്നുകൂടെ നോക്കുന്ന ഈ ഇടപാട്, ഇതാണ് പിശാചിൻ്റെ കാഴ്ച. അകക്കൺ തുറന്നൊന്ന് നോക്കിക്കേ കേടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമോ പൊട്ട എന്ന് കവി ചോദിച്ചതുപോലെ നമ്മുടെ അകക്കൺ തുറപ്പിക്കുന്ന സമ്മേളനങ്ങളായിട്ട് ഇതൊക്കെ മാറട്ടെ. നമ്മുടെ അടഞ്ഞുപോയ അകക്കണ്ണിലേക്ക് വെളിച്ചം വീശിത്തരുന്ന ആധ്യാത്മിക ജ്ഞാനികളുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതല്ലാതെ അതിന് മറ്റൊരു മാർഗമില്ല. ഞങ്ങളൊക്കെ വലിയ പ്രാർത്ഥനക്കാരാണ്, കാര്യമില്ല. ഞങ്ങളൊക്കെ വലിയ ധനം വല്ലാതെ ചെലവഴിക്കുന്നവരാണ്, കാര്യമില്ല. പിന്നെയോ എൻ്റെ അടുത്ത് ഒന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, കൊടുക്കാനുമില്ല, എൻ്റെ കയ്യിലൊരു പ്രാർത്ഥനയില്ല, എൻ്റെ കയ്യിലൊരു തേങ്ങയില്ല. പക്ഷേ എനിക്കൊന്നറിയാം, എനിക്ക് എന്നെ കാണിച്ചു തരാൻ കഴിവുള്ള ആധ്യാത്മിക ജ്ഞാനികളെ അവർക്ക് ഞാൻ വഴിപ്പെട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവരെനിക്ക് വഴി തെളിച്ചു തരും. അത് വല്ലാത്തൊരു വാചകമാണ്. നിങ്ങളടുത്ത് ഒന്നും വേണ്ട, നിങ്ങളടുത്തൊരു അമലും വേണ്ട, നിങ്ങളടുത്തൊരു പ്രാർത്ഥനയും വേണ്ട. പിന്നെയോ നിങ്ങളുടെ അകക്കണ്ണിനെ തുറപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അകത്തിനെ കാണിച്ചു തരുന്ന കണ്ണാടികളാണ് ആര്? ഇത്തരത്തിലുള്ള ആധ്യാത്മിക ജ്ഞാനികൾ. അവിടെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ആത്മീയതയെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ ആ നിലയിൽ നമ്മുടെ
ഈ ലോകമാന്യതകളെ അതിനപ്പുറത്തേക്ക് ആധ്യാത്മികമായ തലത്തിലേക്ക് ഉയരാൻ സാധിക്കുന്ന സമ്മേളനങ്ങളായിട്ട് ഇത്തരം സമ്മേളനങ്ങൾ മാറുന്നുണ്ട്. അതിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും ചിന്ത ഞാനെന്ന ജ്ഞാനത്തെ ഞാനായി അറിയുവാനാകണം. ഞാൻ എന്താണ്? ഹൂ ഐ ആം. എന്താണ് ഞാൻ? തങ്ങൾ പലപ്പോഴും ഈ ലവ് എന്ന വാക്ക് 4 അക്ഷരമാണ്. സ്നേഹം, LOVE, ഇംഗ്ലീഷിലെ 4 ആൽഫബറ്റ്സ് ആണ്. അപ്പോൾ തങ്ങളുടേതായ ഒരു ഡെഫിനിഷൻ ഉണ്ട് ലവിന്. പലപ്പോഴും കേട്ടിട്ടുണ്ടാവും തങ്ങൾ ലവിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ. വലിയ രസമാണ്. LOV, ലൈക്ക്, ഒബ്സർവ്, വെരിഫൈ, എൻജോയ്. ലൈക്ക്, ഒബ്സർവ്, വെരിഫൈ, എൻജോയ്. എത്ര പേർ അതിൻ്റെ അർത്ഥത്തിനെ ആ തലത്തിൽ മനസ്സിലാക്കിയെന്ന് എനിക്കറിയുന്നില്ല. ലൈക്ക്, ഒബ്സർവ്, വെരിഫൈ, ദെൻ എൻജോയ്. അപ്പോൾ നമ്മൾ ഈ കാമാതുരമായ സ്നേഹത്തിനെ ആയിരിക്കും അതിൽ കൊണ്ടുപോയി കെട്ടിയത്. പക്ഷേ തങ്ങൾ അതല്ല ഉദ്ദേശിക്കുന്നത്. ലൈക്ക്, ഒരു മനുഷ്യൻ, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന മനുഷ്യൻ ഇതെല്ലാം കാണുമ്പോൾ അവൻ ഇഷ്ടപ്പെടും, അവൻ ലൈക്കാവും. അപ്പം പ്രസവിച്ചൊരു കുഞ്ഞ് മെല്ലെ ഇപ്പം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ചെറിയ മോനെ പോലെ ഇങ്ങനെ കണ്ട് ഈ കണ്ണിലൂടെ കാണുമ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ബുദ്ധിമാൻ അതിനെയൊക്കെ നിരീക്ഷിക്കാൻ തുടങ്ങും, ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച് കഴിയുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ലല്ലോ എന്നൊരു തോന്നൽ വരും. അതാണ് വെരിഫിക്കേഷൻ. അവൻ അതിനെയൊക്കെ വെരിഫൈ ചെയ്യാൻ തുടങ്ങും. എങ്ങനെ വെരിഫൈ ചെയ്യുക? അതിൻ്റെ ഒരു അളവ് പോലെ. ഇതുകൊണ്ടെന്താ എനിക്ക് പ്രയോജനം? ഞാനിവിടെ വന്നിട്ട് പോകാൻ പോകുന്ന മനുഷ്യനാണ്. ഈ കാണുന്നത് ഇതിലൊക്കെ എന്താ ഉള്ളതെന്നൊരു വെരിഫിക്കേഷൻ നടക്കും, പ്രോസസ്സ്. എന്നിട്ട് അവൻ കണ്ടെത്തും ജ്ഞാനെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഇതിനപ്പുറം ഒരു ജ്ഞാനമുണ്ട്. ഈ ഭൂമി, നിങ്ങൾ ഈ ഉണ്ട പോലിരിക്കുന്ന ഭൂമിയെ വലുതായിട്ട് കാണുകയൊന്നും വേണ്ട. ഇർഹമും അംബില്ലർന്നി ഇർഹമുക്കും അംബിസമ എന്ന് പറഞ്ഞു. എന്താ അത്? നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക, ആകാശത്തിനോട്. ഈ ആകാശം എന്തിനാണ് ഉദ്ദേശിച്ചതെന്നറിയോ? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിയാൽ മതി, നമ്മൾ നിസ്സാരരാന്ന് മനസ്സിലാവും. അനന്തകോടി നക്ഷത്രങ്ങളെ കാണും. രാത്രി വെറുതെ ഒന്ന് എഴുന്നേറ്റ് മേപ്പോട്ട് നോക്കിയാൽ മതി. ഈ നക്ഷത്രങ്ങളൊക്കെ ഓരോ സൂര്യനാണ്. ഇതിനെ ചുറ്റുന്ന അനേകായിരം ഭൂമികളുണ്ട്. അതെല്ലാം ചേർന്നാണ് പ്രപഞ്ചം. അലങ്ങൾ, അറുമുണ്ട്, അലിഫും കുന്നമയുണ്ട്. 18,000 ലോകം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെത്ര നിസ്സാരരാണ്. അപ്പോൾ ഈ നിസ്സാരതയെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ്റെ സ്വത്വത്തെ മനസ്സിലാക്കും. അപ്പോഴാണ് അവൻ എന്ത് ചെയ്യുക? നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ എൻജോയ് ചെയ്യുക. അപ്പം ഈ ലൈക്ക്, ഒബ്സർവ്, വെരിഫൈ, എൻജോയ് എന്ന് പറയുന്ന ലവിനെ മഹത്തായ ഒരു ആധ്യാത്മിക ദർശനത്തിലേക്ക് എത്തിച്ച 4 വാക്കുകളാണ് ലവ് എന്ന പദത്തിനെ ലൈക്ക് ചെയ്യുക. നമ്മളിങ്ങനെ കണ്ട് ലൈക്ക് ചെയ്യുന്നു. സാധാരണ മനുഷ്യരൊക്കെ എടുക്കുന്ന പണി ഇതിൽ ലൈക്ക് ചെയ്ത് മുഴുകുകയാണ്. ബുദ്ധിമാൻ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നു, അതിൽ നിന്ന് വെരിഫൈ ചെയ്യുന്നു. വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്ന നമ്മുടെയൊക്കെ ഈ പാസ്പോർട്ട് വെരിഫൈ ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് ഓരോരുത്തരുടെയും പാസ്പോർട്ട് ക്ലിയറൻസ് കൊടുക്കുന്ന ഓഫീസർമാരാണ് ഇതുപോലുള്ള സൂഫികൾ. മനസ്സിലാക്കി? നിങ്ങളുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടക്കുന്ന സ്ഥലങ്ങളാണിതൊക്കെ. പിന്നെ അവിടെ നിന്ന് നിങ്ങൾ ഇതൊന്നുമല്ല, ഞാനിതൊന്നുമല്ല, എൻ്റെ പണി ഇതൊന്നും അല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടാണ് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്ന ജീവിതം. അവിടെയാണ് പരമാനന്ദം. അഹം ബ്രഹ്മാസ്മി എന്നോ അനൽ ഹക്കെന്നോ ഒക്കെ മഹാനായ ബഷീറൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ സ്വത്വത്തിനെ അറിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മൾ അകക്കൺ തുറന്നൊന്ന് നോക്കിക്കേ കേടാ ഉത്സാരമോർത്താൽ ഉറങ്ങാമോ പൊട്ട. പിന്നെ ഉറക്കല്ല, പിന്നെയാണ് നമ്മൾ ലൈഫിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇതിനെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ബ്രഹ്മം എന്ന് സന്യാസത്തിലും സൂഫിസത്തിൽ അതിനെ ലാ മഅബൂദ ഇല്ലല്ലാഹ്, നിങ്ങൾ പ്രാർത്ഥനയുടെ ഇബാദത്തിന്റെ സ്റ്റേജിൽ നിന്ന് മഖ്സൂദ ഇല്ലല്ലാഹ്, മഷ്ഹൂദ ഇല്ലല്ലാഹ്, മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറയും. ആ മൗജൂദ ഇല്ലല്ലാഹയുടെ സ്റ്റേജിൽ എത്തുന്ന സംഭവത്തിനെയാണ് ഈ 4 വാക്കുകളെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലവ് എന്ന പദത്തിൽ ഒതുക്കി തന്ന ഒരാളുടെ പേരാണ് സയ്യിദ് യഹ്യ ബുഖാരി. എന്താ? ലൈക്ക്, ഒബ്സർവ്, വെരിഫൈ, എൻജോയ്. ഇത്ര സിമ്പിളായിട്ട് പറയാൻ ലോകത്ത് ഇന്ന് ആർക്കെങ്കിലും ജീവിച്ചിരിക്കുന്നവർ കഴിയുമെന്ന് എനിക്ക് അറിയുന്നില്ല. പിന്നെ അത് പറഞ്ഞു തന്ന ഒരാൾ മരിച്ചുപോയി. തങ്ങളെ കൂടെ ഗുരുവൊക്കെയാണ് ആര്? മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഞാനും നീയും എന്ന യാഥാർത്ഥ്യങ്ങളിൽ നീ മാത്രം അവശേഷിക്കാൻ പോകുന്നു. ഇതേ പണി തന്നെയാണ് നാറാണത്ത് ഭ്രാന്തൻ എടുത്തത്. നിങ്ങൾ ഈ ഉരുട്ടിയ കല്ലെല്ലാം കൂടെ മേലെ കൊണ്ടുപോയിട്ട് ഉരുട്ടി താഴേക്ക് ഇട്ടിട്ട് പൊട്ടിച്ചിരിച്ചിട്ട് കാണിക്കുകയാണ്.
അവിടെ നിന്ന് നാരായണത്ത് ഭ്രാന്തൻ ഒരു കല്ലുരുട്ടൻ ആയിരനെല്ലൂർ മലയിൽ വലിയ പാറ ഉരുട്ടി മേലെ കൊണ്ടുപോകും. നമ്മുടെ ഈ ജീവിതഭാരങ്ങളുണ്ടല്ലോ, നമ്മുടെ ഈ മാന്യത, നമ്മുടെ ഈ അഹങ്കാരങ്ങളെല്ലാം ഉരുട്ടി മേലെ കൊണ്ടുപോയിട്ട് താഴെ കുന്തിയിട്ടിട്ട് പൊട്ടിച്ചിരിക്കും. അത് നമ്മുടെയൊക്കെ മുഖത്തേക്ക് നോക്കി പുച്ഛിച്ചുകൊണ്ടാണ്. നമ്മുടെ ഈ ഇടപാടുകളുണ്ടല്ലോ, ഈ ഇടപാടുകളെയൊക്കെ നിശിതമായി വിമർശിക്കുന്ന പണിയാണത്. അപ്പം ഇതിനപ്പുറത്താണ് യഥാർത്ഥ ആധ്യാത്മികത എന്ന് വിളിച്ചോതുന്ന, വിളംബരം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇത്തരത്തിലുള്ളത്. നമ്മുടെ അകക്കൺ തുറന്നൊന്ന് നോക്കിക്കേ കേടാ എന്ന് പറഞ്ഞ വാക്കിനെ കേട്ടുകൊണ്ട് അകക്കൺ തുറപ്പിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ആധ്യാത്മിക ജ്ഞാനികളുമായിട്ടും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുമായിട്ടും നിരന്തരമായി ബന്ധപ്പെടുക എന്നുള്ളതല്ലാതെ വേറെ ഒരു പോംവഴിയും അതിനില്ല. നിങ്ങൾ രാത്രി വെളുക്ക നിന്ന് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യവുമില്ല നിങ്ങളുടെ അകക്കൺ തുറക്കാത്തിടത്തോളം കാലം. നിങ്ങൾ എത്രമാത്രം ചുറ്റി സഞ്ചരിച്ചിട്ടും കാര്യമില്ല നിങ്ങളുടെ അകക്കൺ തുറക്കാത്തിടത്തോളം കാലം. അപ്പോൾ ഈ അകക്കൺ തുറക്കുന്ന ഒപ്താൽമോളജിസ്റ്റുകൾ, കണ്ണിൻ്റെ ചികിത്സകരാണ് ആര്? ഇത്തരത്തിലുള്ള സൂഫി വര്യന്മാർ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ. ലോകത്തിത്തരത്തിലുള്ള അകക്കണ്ണുകൾ തുറക്കുന്ന ആൾക്കാർ മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ അപജയമാണ് ഇന്ന് ഈ ലോകത്ത് സംഭവിക്കുന്നത് മുഴുവൻ. ആദ്യം പറഞ്ഞിടത്തേക്ക് ഞാൻ വരികയാണ്. ഫലസ്തീൻ. ജലാലുദ്ദീൻ റൂമി എന്ന ലോകം കണ്ട മസ്നവി എഴുതിയ വലിയ സൂഫിയോട് ഒരിക്കൽ അവിടുത്തെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഈ ലോകം മുഴുവൻ സമാധാനത്തിലാകാൻ എന്ത് വേണമെന്ന്. റൂമി പറയുന്നു, എല്ലാവരും നമ്മളെ പണിയെടുത്താൽ മതി, ആത്മീയവാദികളായാൽ മതി. അപ്പോൾ ഈ ശിഷ്യൻ ചോദിക്കുന്നു, അല്ല അപ്പോൾ ഈ കൃഷിപ്പണി ആരെടുക്കും, പട്ടാളത്തിൻ്റെ പണി ആരെടുക്കും? അപ്പോൾ റൂമി ചോദിക്കുന്നുണ്ട്, ബൈബിളിലൊരു വാചകമുണ്ട്, ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ നിറയ്ക്കുന്നില്ല. ബൈബിളാണ്. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ നിറയ്ക്കുന്നില്ല. പക്ഷെ അവരൊന്നും പട്ടിണി കിടന്ന് മരിക്കുന്നതുമില്ല. അവർക്ക് വേണ്ടതൊക്കെ ആര് കൊടുത്തുകൊള്ളും? അവൻ്റെ ജഗന്നിയന്താതാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ പൊട്ടി മുളച്ചു വന്നുള്ളൂ. ആദിമ മനുഷ്യരൊക്കെ അങ്ങനെ തന്നെ ജീവിച്ചത്. നിങ്ങൾ ആധ്യാത്മികവാദികൾ ആരെങ്കിലും പട്ടിണി കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാൻ സാധിക്കുകയില്ല. പിന്നെ എല്ലാവരും ആത്മീയവാദികളും പരസ്പരം സ്നേഹിതരുമായ പിന്നെന്തിനാ പട്ടാളത്തിൻ്റെ ആവശ്യം? പിന്നെന്തിനാ ലോകത്ത് യുദ്ധം? മനുഷ്യർ നിർമ്മിച്ച അതിർവരമ്പുകളാണ് ഇതൊക്കെ. ഇത് ഇന്ത്യ, ഇത് പാകിസ്ഥാൻ, ഇത് മറ്റേത് ഭൂട്ടാൻ, മറ്റേത് നേപ്പാൾ. എന്ത് തേങ്ങ! ആർക്കു വേണ്ടി ഈ അതിർവരമ്പുകളൊക്കെ? അതിരുകളില്ലാത്ത ആത്മീയതയുടെ ലോകത്ത് നമ്മളെ അതിലേക്ക്, ഈ അതിരുകളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഒന്നായി കാണുന്ന ഒരു വലിയ ലോകതത്വം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ആത്മീയ സ്ഥാപനങ്ങൾ. അതിൻ്റെ നേതൃത്വങ്ങളാണ് ഇത്തരത്തിലുള്ള സൂഫി വര്യർ. അതുകൊണ്ട് അത്തരത്തിലേക്കുള്ള ഒരു പ്രയാണത്തിന് നാന്ദി കുറിക്കുന്ന സമ്മേളനമായിട്ടിത് മാറട്ടെ. ഈ 35-ാം വർഷം, കഴിഞ്ഞ 35 വർഷങ്ങൾ കൊണ്ട് തങ്ങൾ നടത്തിവരുന്ന ഈ വലിയ ആധ്യാത്മിക പ്രവർത്തനം, വലിയ മഹത്തുക്കളായ 2 സൂഫികൾ. ഒന്ന് കേരളം കണ്ട ഏറ്റവും വലിയ സൂഫിയായിരുന്ന മഹാനായ CM മടവൂർ വലിയുല്ലാഹി, മറ്റൊന്ന് വടകര മുഹമ്മദ് ഹാജി തങ്ങൾ. ഇങ്ങനെ 2 മഹാസൂഫികളുടെ നേർ ശിഷ്യൻ. അവരെ ഇന്നിൽ അവകാശപ്പെടാൻ സാധിക്കുന്ന ഈ സൂഫി ഗുരുപരമ്പരയിൽ ഒരു ഗുരുക്കന്മാരും അവസാനിക്കുന്നില്ല. അവർ ശിഷ്യന്മാരിലൂടെ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അവരിങ്ങനെ യുഗങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ശിഷ്യ പരമ്പരകളിലൂടെ. അപ്പോൾ CM വലിയുല്ലാഹി അവസാനിക്കുന്നില്ല, വടകര മുഹമ്മദ് ഹാജി തങ്ങൾ അവസാനിക്കുന്നില്ല, അവരിന്നും തങ്ങളിലൂടെ ജീവിക്കുന്നു. അപ്പം ആ ഗുരുപരമ്പരയുടെ നേരവകാശിയാണ്. CM വലിയുല്ലാഹിയെ കാണാൻ ചെല്ലുന്നവർ പ്രശ്നം പറയും. കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും ജീവിച്ച ഏറ്റവും വലിയ സൂഫിയാണ്. അവരൊരു കട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ക്യൂ നിന്നിട്ട് പ്രശ്നക്കാർ ഒരുപാടുണ്ട്. അവരുടെ പ്രശ്നങ്ങളും ആവലാദികളും പറയാൻ പോകുമ്പോൾ ഒരിക്കലും അവരുടെ മതം ചോദിച്ചിട്ടില്ല, അവരുടെ ജാതി ചോദിച്ചിട്ടില്ല, അവരുടെ വർണ്ണം ചോദിച്ചിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തിട്ടുണ്ട്. മഹാനായ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടുത്തെ സ്മരണികയിൽ വായിച്ചാണ്. ഒരു മനുഷ്യൻ എതിരിൽ നടന്നു വരികയാണ്.
ആ നാട്ടിലെ കുറച്ചു അറിയപ്പെട്ട ഒരു തറവാട്ടിലെ ഒരു നായർ സഹോദരനാണ് അല്ലേ. തങ്ങൾ ചെളി പുരണ്ട ചെരുപ്പ് വെച്ച് അയാളുടെ കവിളത്തടിച്ചു. വടകര മുഹമ്മദായി തങ്ങൾ അദ്ദേഹത്തിൻ്റെ മകനാണ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, പലർക്കും അറിയാൻ. അപ്പം വലിയ അത്ഭുതം തോന്നും, ഒരു മനുഷ്യനെ ചെരുപ്പൂരി ഇട്ടത്തടിക്കാൻ കഴിയുമോ? സൂഫികളുടെ പണി അങ്ങനത്താണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ബേജാറ് വന്നു, പക്ഷെ ചോദിക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു, അതിനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പിന്നീട് ഒരു ചെറിയ തരിപ്പ് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി പോകുമ്പോൾ അറിയുന്നത് ഇദ്ദേഹത്തിന് ഈ ഊനിന് അണയിലൊരു ക്യാൻസർ ഉണ്ടായിരുന്നു, അതിനുള്ള റേഡിയേഷനാണ് മഹാനായ വടകര മുഹമ്മദായി തങ്ങൾ കൊടുത്തതെന്ന്. ആ പ്രശ്നം അവിടെ കരിഞ്ഞുപോയി. അപ്പോൾ ഇങ്ങനെ നമ്മളറിയാത്ത കോലത്തിലൂടെ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ ബുദ്ധിമുട്ടുകളെ ചിലപ്പോൾ ഒരു അടിയായിട്ടോ തലോടലായിട്ടോ തഴുകലായിട്ടോ തെറിവിളിയായിട്ടോ ഒക്കെ മാറ്റിക്കളയുന്ന ആധ്യാത്മിക ജ്ഞാനികളാണ്. അപ്പോൾ നമ്മൾ ചാടിപ്പോവാൻ നിൽക്കണ്ട. ഒരു വാശിക്ക് കിണറ്റി ചാടിയാൽ 100 വാശിക്കും തിരിച്ചു കയറാൻ കഴിയില്ല. കിണറ്റി റേഞ്ചും കിട്ടൂല ഫയർഫോഴ്സിനെ വിളിക്കാൻ. അതുകൊണ്ട് വാശിയെടുത്ത് ആരും ചാടാൻ നിൽക്കണ്ട, നഷ്ടം അവരവർക്ക് തന്നെ. അതുകൊണ്ട് ചിലർക്ക് തോന്നിപ്പോവാം ഈ ആധ്യാത്മിക ജ്ഞാനികളുമായിട്ട് അടുക്കുമ്പോൾ അവരുടെ പ്രകടനപരതയില്ല, അവർ പല കോലത്തിലും പ്രവർത്തിച്ചേക്കാം. അത് കാണുമ്പോൾ നമുക്ക് എന്നാൽ ഞങ്ങളങ്ങ് പോയിക്കളയാം, ഞങ്ങൾക്ക് ഒന്നും പറ്റില്ല, തോന്നിപ്പോവേണ്ട. നഷ്ടം നിങ്ങൾക്ക് തന്നെ ആത്യന്തികമായിട്ട്. ഉറച്ചു നിൽക്കാൻ പറ്റുമോ? രക്ഷപ്പെടും. ഇതൊരു കപ്പലാണ്. ഈ സൂഫികളെല്ലാം ആ കപ്പലിൻ്റെ ക്യാപ്റ്റന്മാരാണ്. മറുകര കാണിക്കുന്ന കപ്പലാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ചായലിലൊരു കപ്പലുണ്ട് നമുക്ക്, ചാഞ്ഞുള്ള പാണ്ടിച്ചാണ് 60 നീളമെന്ന് ശുജായി മൊയ്ത് മുസ്ലിയാർ എഴുതിയ അതേ കപ്പലിൻ്റെ, മടവൂർ കോട്ട എന്ന കപ്പലിൻ്റെ ക്യാപ്റ്റനാണ് ബഹുമാനപ്പെട്ട വലിയുല്ലാഹി വടിത്തങ്ങൾ. അതുകൊണ്ട് ഈ കപ്പലിൽ കയറിക്കോ. നൂഹ് നബിയുടെ കപ്പൽ, നോഹയുടെ പെട്ടകത്തിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ആ കാലത്തുള്ള മുഴുവൻ ആൾക്കാരെയും രക്ഷപ്പെടുത്തിയ, മഹാപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കപ്പൽ. ഈ കാലത്തിൻ്റെ കുത്തൊഴുക്കിലെ മഹാപ്രളയത്തിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കപ്പലിൽ കയറിക്കോ, രക്ഷപ്പെടാം. നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിച്ചാവണോ? നിങ്ങൾക്ക് പോകാം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അധികം പ്രസംഗിച്ച് അധിക പ്രസംഗി എന്നുള്ള പണ്ടേ കിട്ടിയ പേര് അടിവരയിടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹാഭിവാദ്യം.